ഗായ്സ്, അപ്പോൾ വെൽവെറ്റ് സ്കൈസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡനാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ദിസ് ഈസ് എന്തോ ഒരു പേരുള്ള ചെടിയാണ്. ഇതിന് പേര് പ്രത്യേകിച്ചൊന്നും എനിക്കറിയില്ല. ഒരു നല്ല എനിക്കിഷ്ടമായിട്ടത് കണ്ടില്ലേ. ഇങ്ങനെ ഈ ഒരു കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. ഇത് കുറേ ഉണ്ട് ഇവിടെ, ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ. പിന്നെ ഈ സീസൺ ചെടികൾ ഇവിടെ കുറേ ഉണ്ട്. ഞങ്ങളോടെ ഉണ്ട്. ഞങ്ങളോട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു മണൽ ചെടി പോലത്തെ ഒരു ചെടി. ഇത് എന്താ അത് ആൽമരമാണെന്ന് അറിയില്ല. മുല്ലപ്പൂവിൻ്റെ ചെടിയുണ്ട്. പിന്നെ ഇവിടെ തുളസി, പിന്നെ അങ്ങനത്തെ ഒക്കെ ചെടികളാണ്. പിന്നെയാണ് ഇവിടെയുള്ള ഇങ്ങനത്തെ ചെടികളും കാര്യങ്ങളും കണ്ടില്ലേ, എനിക്കിഷ്ടമാട്ടോ ഇവിടെ. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം അക്വേറിയം. അക്വേറിയത്തിൽ മീനുണ്ടായിരുന്നു. പിന്നെ തവള കയറിയിട്ട് ഉള്ളിലുള്ള അക്വേറിയത്തിൽ കയറ്റി. ഉള്ളിൽ നല്ല അടിപൊളി ഗ്ലാസ് അക്വേറിയം കേട്ടോ. വീട് ഞാൻ ഇതിൽ നമുക്കറിയില്ലല്ലോ, എൻ്റെ വീട് കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ആളില്ല, അപ്പോൾ ചോദിച്ചിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ ഓരോരു കുട്ടി സ്മോൾ ഗാർഡനാണ്. പിന്നെ ഇവിടെ കൈതച്ചക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ വേറെയും ഗാർഡൻ ഉണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കണ്ടില്ലേ, എന്താ പറയുക, റോസ് ഫ്ലവറിൻ്റെ വൈറ്റ് കളറാണ്, വൈറ്റ് റോസ്. പിന്നെ ഇവിടെ ചെമ്പരത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ അടിപൊളിയാണ്. പിന്നെ തെങ്ങ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഈ വീട്ടിലത്തല്ല, വേറൊരു വീട്ടിലത്താണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട്ടിലത്തെ സംഭവമാണ് കാണിച്ചത്. ക്രിസ്മസ് ട്രീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, ഞാൻ കാണുന്നതും വളരുന്നതും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ല, അപ്പോഴൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ വലുതായതിനു ശേഷം ഞാൻ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് ട്രീ ആണ് സംഭവം, നല്ല രസമാണ്. ആ വീട്ടിലത്തെ കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലും ആ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടിരുന്ന വീഡിയോ ആയതുകൊണ്ട് ചില ക്ലിയർ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. എനിക്ക് കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ.